ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്നത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആർക്കും തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടച്ച് സ്വിച്ചാണ്. അതായത് IoT അതുപോലെ തന്നെ ഹോം ഓട്ടോമേഷൻ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വളരെ ചീപ്പായിട്ട് നമുക്കൊരു ഓട്ടോമേഷൻ സ്വിച്ച് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തേക്കുന്നത് ജസ്റ്റ് ടച്ച് സ്വിച്ചാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് കോമ്പോണൻറ്റ് ഇതിനകത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് വർക്കിംഗ് എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മളിലുള്ളത് ഒരു ബൾബാണ്. ഈ ജസ്റ്റ് ഒരു ബൾബും അതുപോലെ തന്നെ ഒരു സ്വിച്ച് മാത്രമാണ് ആവശ്യമുള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ ടച്ചിങ് വേണം. ഈ ബൾബ് ഓൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അടുത്ത ടച്ചിൽ നമുക്കിത് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളാണ്. അതായത് രണ്ട് കോമ്പോണൻറ്റ്, ഈ ഒരു കോമ്പോണൻറ്റ് നമ്മൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എങ്ങനെയാണ്, ഇത് സിമ്പിൾ സർക്യൂട്ടാണ്, അത് വളരെ ചെറിയ സർക്യൂട്ടാണ്. ഇതിനൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ സ്കീമാറ്റിക്സ് കൊടുക്കുക. അപ്പോൾ ആ സ്കീമാറ്റിക്സ് ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്. മറ്റേതിനകത്തൊരു ട്രാൻസിസ്റ്ററോട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പെർഫെക്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ ഞങ്ങൾക്ക് നീറ്റിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ രണ്ട് കോമ്പോണൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോമ്പോണൻറ്റുകൾ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതുണ്ടോ, നമുക്ക് ഇതിനെ ടച്ച് സ്വിച്ച് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ടച്ച് മൊഡ്യൂളുകൾ, പാനലുകൾ ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കിത് നമുക്കിത് ഒടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒടിച്ചെടുത്ത ഒരു പീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മുകളിൽ കാണാവുന്ന പോലെ 3 പിൻ കണക്ഷനുകളാണ് നമുക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് VCC, അതേപോലെ തന്നെ ഗ്രൗണ്ട്, അതേപോലെ തന്നെ IO എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഔട്ട്പുട്ട് അതാണ്. അപ്പോൾ VCC എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 5 വോൾട്ട്. ഇത്തരം ഡിവൈസുകൾ, ഇലക്ട്രോണിക്സിൽ ഇത്തരം ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നത് മിക്കവാറും 5 വോൾട്ടുകളിലാണ്. അപ്പോൾ 5 വോൾട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്ന 5 വോൾട്ടാണ്. അപ്പോൾ ഫോണിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് നമുക്ക് USB കേബിൾ വഴി എടുക്കാം. അത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പവർ ബാങ്കാണ്. അപ്പോൾ പവർ ബാങ്കിൽ നിന്ന് ഒരു USB കേബിൾ, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു USB കേബിൾ എടുത്തിട്ട് അത് കണ്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനറ്റത്ത് 2 വയർ, നമുക്ക് ടോട്ടൽ 4 വയർ കിട്ടും. അതിനകത്ത് 2 വയറുകൾ എന്ന് പറഞ്ഞാൽ 5 വോൾട്ടും അതേപോലെ തന്നെ ഗ്രൗണ്ടും ആയിരിക്കും. അതിൻ്റെ കളറ് അതേപോലെ തന്നെ റെഡും ബ്ലാക്കും ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഡും ബ്ലാക്കും വയറുകൾ മാത്രം എടുക്കുക. അപ്പോൾ അതിനകത്ത് റെഡ് എന്ന് പറയുന്നത് 5 വോൾട്ട്, അതായത് VCCയും, അതേപോലെ തന്നെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് വയറും ആയിരിക്കും. അപ്പോൾ അവ കണ്ടിച്ചിട്ട് ജസ്റ്റ് ഇതിലോട്ട് ഈ 2 പിന്നുകളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് പവർ ചെയ്യും. പവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോൺഫിഗറേഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി, ഇത്തരം ഡിവൈസ് മേടിച്ച് സൂക്ഷിച്ച് നോക്കി. ഞാൻ എൻ്റെ ഫോട്ടോ ലാർജ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തേക്കാം. അപ്പം അതിനകത്ത് 2 ഡോട്ടുകളുണ്ട്. അപ്പോൾ ഈ 2 ഡോട്ടുകൾ കണക്ട് ചെയ്യുന്നതിലൂടെയാണ് ഇത് ഏത് കോൺഫിഗറേഷനാണ് സ്വിച്ച് അമർത്തേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം ചിലപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓണായി നിൽക്കണം, അല്ലെങ്കിൽ ടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ആവണം, അല്ലെങ്കിൽ എന്താ പറയുക, ടച്ച് ചെയ്യുമ്പോൾ ഓഫ് ആവണം, അല്ലെങ്കിൽ ഓൺ ആയിരിക്കണം. അങ്ങനെ പല കോൺഫിഗറേഷൻസ് ഉണ്ട്. അപ്പം കോൺഫിഗറേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ ഇപ്പം ഫോട്ടോയിലും കാണിച്ചു തരാം. അപ്പം 4 തരം കോൺഫിഗറേഷനാണുള്ളത്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞെക്കുമ്പോൾ ഓൺ ആകുക, ഞെക്കുമ്പോൾ ഓഫ് ആകുക, അടുത്ത ഞെക്കിൽ ഓഫ് ആകുക. അതായത് ടോഗിൾ സെറ്റപ്പ് ഫോർമാറ്റിലാണ്. അപ്പോൾ ടോഗിൾ ചെയ്യുന്നതിന് ഒരു പ്രാവശ്യം ഞെക്കുമ്പോൾ ഓൺ ആകുക, ഒരു പ്രാവശ്യം ഞെക്കുമ്പോൾ ഓഫ് ആകുക. അതിന് ഞാൻ കണക്ട് ചെയ്യുന്നത് B പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ B പോർട്ടിലൊരു AB എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം B പോർട്ട് നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഗറേഷൻ കിട്ടും. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പിന്നീട് ഫോട്ടോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സ്വിച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഒരു റിലേയിലോട്ടാണ്. അപ്പോൾ റിലേ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഡിവൈസാണ്. നിങ്ങൾ കാണുമ്പോൾ നമുക്ക് ആമസോണിൽ ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഈ ഒരു കളറിലാണ്. നമുക്ക് ബ്ലാക്കിൽ വൈറ്റിലൊക്കെ കാണും. ഇതിന് നമ്മൾ പറയുന്നത് ഷുഗർ ക്യൂബ് റിലേകൾ എന്നാണ്. റിലേകൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെന്താണ് ചെയ്യുന്നത്, ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മളെന്താ ഫിസിക്കലായിട്ട് ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നു. അതിന് പകരം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു കോയിലുണ്ട്, അതേപോലെ തന്നെ ഇവിടെ അമരുന്ന ഒരു പ്രസ് ആവുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻഡിൽ 2 ടെർമിനലിൽ നമ്മൾ 5 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു കോയിലുണ്ട്. ഈ കോയിൽ കാന്തമായി മാറുകയും ഇതിനെ അട്രാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിലെ എക്യുപ്മെൻറ്റുകളൊക്കെ ഓണാക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു നിങ്ങൾക്കൊരു ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അത് റിലേ സ്വിച്ച് അമരുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ജസ്റ്റ് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനതുകൊണ്ട് 5 വോൾട്ടിൻ്റെ വയർ ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പവർ ബാങ്കിലോട്ട് അത് കണക്ട് ചെയ്തു. അപ്പം പവർ ബാങ്കിൽ നിന്ന് ചാർജ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ റെഡും അതുപോലെ തന്നെ ബ്ലാക്കുമാണ്, സെയിം കേബിളാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 ടെർമിനലുകളിൽ, അതിൻ്റെ ടെർമിനലും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇങ്ങനെ ടെർമിനലുകൾ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മൈക്കിൻ്റെ അടുത്ത് പോയേക്കാം കേട്ടോ. ഈ റിലേ സ്വിച്ച് ഓൺ ആകുന്നത് പോലെ ഓൺ ആകുമെന്ന് വെച്ചേക്കാം. അപ്പോൾ
ഈ ഒരു ഡിവൈസിലോട്ടും 5 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിനകത്ത് സ്വിച്ച് ഓൺ ആകും. ആ സ്വിച്ച് ഓൺ ആകുമ്പോൾ നമുക്ക് 220 അല്ലെങ്കിൽ AC നമ്മുടെ ബൾബുകൾ, അതേപോലെ തന്നെ ബൾബുകൾ, ഫാനുകൾ, അതേപോലെ തന്നെ എന്ത് ഡിവൈസുകളും TV, ഫ്രിഡ്ജ് എന്ത് നമുക്ക് അതിലെ കൂടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ബൾബാണ്. ബൾബ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ഡിവൈസും അതിനകത്ത് ഉപയോഗിക്കാം. അപ്പം ബേസിക്കലി ജസ്റ്റ് ഓൺ ഓഫ്, അതായത് 5 വോൾട്ട് ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് AC അപ്ലയൻസസ് ഓണാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ബേസിക്കലി റിലേ. ഇവിടെ മാത്രമല്ല, വളരെ എല്ലാ ഫീൽഡുകളിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെക്കാനിക്കൽ റിലേ. അപ്പം ഈ ഒരു ഡിവൈസിന് ഏകദേശം കോസ്റ്റ് വരുന്നത് ഒരു 10, 20 രൂപ, 15 രൂപയാണ് ആമസോണിലൊക്കെ ഓൺലൈനിൽ വരുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം താഴെ. അതേപോലെ തന്നെ ഈ ടച്ച് സ്വിച്ചിന് ഏകദേശം 13 രൂപയോളമാണ് നമുക്ക് ഓൺലൈനിൽ ഞാൻ കണ്ട പ്രൈസ്. അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്തരം പാനൽ ഞാൻ മേടിച്ചത് ഏകദേശം 200 രൂപയ്ക്കാണ്, ഒരു 10-20 എണ്ണം അടങ്ങുന്ന ഒരു പാനൽ. അപ്പോൾ ഇത്തരം 2 ഡിവൈസ് നമുക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു സാധനം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം സർക്യൂട്ടിനെ ഇച്ചിരൂടെ സ്മൂത്ത് ആക്കാനും ഒക്കെ ആയിട്ട് ഞാനൊരു ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയോഡിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ ഇമേജിനകത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനെയും വർക്ക് ചെയ്യും ഡിവൈസ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഡയോഡ് കൊടുക്കുന്നത് ഒരു ഫീഡ്ബാക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അധികം തിയറി പറഞ്ഞ് കുളവാക്കുന്നില്ല. അപ്പോൾ നേരെ എൻ്റെ വർക്കിംഗ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഭാഗമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2 ഡിവൈസ് കണ്ടു. അത് നമ്മുടെ ടച്ച് സ്വിച്ചും അതുപോലെ തന്നെ നമ്മുടെ റിലേ നമ്മൾ കണ്ടു. ഇനി അതെങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്ക്രീനിലോട്ട് വരാം. ഈ സ്ക്രീനിലാണ് ഞാൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇവിടെ കാണുന്നത് നമ്മുടെ പവർ സപ്ലൈ ആണ്. അപ്പം പവർ സപ്ലൈ നമുക്ക് 5 വോൾട്ട് അഡാപ്റ്ററിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാം. നമുക്ക് ഏത് മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു ടച്ച് സ്വിച്ച്, അതേപോലെ തന്നെ നമ്മുടെ റിലേയും വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് നമുക്ക് ഏത് രൂപത്തിൽ വേണം എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഡാപ്റ്ററിൻ്റെ കണക്ടറിൻ്റെ രൂപമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു ടച്ച് സ്വിച്ചാണ്. നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ടച്ച് സ്വിച്ചാണ് ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റിലേ. ഈ റിലേ നമുക്ക് പലതരത്തിലുള്ള റിലേകൾ കിട്ടും. നമുക്ക് ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നീല കളർ, പിന്നെ പല കളറിൽ ഈ ഒരു ഈ ഒരു സ്ക്വയർ ക്യൂബിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കിട്ടും, കണ്ടില്ലേ. അപ്പോൾ ഇതിന് 5 ടെർമിനൽ കണക്ട് ചെയ്യാനുള്ള 5 പിന്നുകളാണ് ഉള്ളത്. അതെന്താ പിന്നുകൾ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ നമ്മളിവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബൾബാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വലിയൊരു ബൾബിൻ്റെ രൂപമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 220 AC, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഹോം അപ്ലയൻസിനൊക്കെ ഉപയോഗിക്കുന്ന 240 വോൾട്ട് AC ലൈൻ്റെ കണക്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് ഈ ഒരു പിന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് നേരെ ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിലാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒന്നെങ്കിൽ എനിക്ക് സോൾഡർ ചെയ്ത് കാണിക്കാമായിരുന്നു, ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതല്ലാതെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്കിത് ഒരു സോഫ്റ്റ്വെയറാണ്, ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ രൂപങ്ങൾ കിട്ടി. അതായത് ബേസിക്കലി ഇത് വരയ്ക്കാനുള്ള സ്കിമാറ്റിക്സ് എന്ന് പറയും. നമുക്ക് സ്കിമാറ്റിക്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണിച്ചേക്കുന്നത് 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ പിന്നാണ്. അപ്പോൾ നമുക്കിത് നേരെ നമുക്ക് ടച്ച് സ്വിച്ചിൻ്റെ ഇത് പ്ലസ് പോസിറ്റീവാണ്. അപ്പോൾ നേരെ VCCയിലോട്ട് കൊടുക്കാം. VCCയിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 5 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത് ഗ്രൗണ്ടാണ്. ഇത് നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് എടുത്ത് നേരെ ഈ ഒരു ഗ്രൗണ്ടിലോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് കണക്ഷൻ റെഡിയായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, കാരണം നമുക്ക് ചിലപ്പം സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗ്രൗണ്ടിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പം ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത ശേഷം വയർ കളർ കൊടുക്കുക, അത് നമുക്ക് ബ്ലാക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കളർ റെഡും ബ്ലാക്കുമാണ്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞത് 5 വോൾട്ടും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും. നിങ്ങൾക്ക് ഈ ഒരു സെയിം കോൺഫിഗറേഷനിൽ നിങ്ങൾക്കത് ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ചെയ്യാം. എന്നിരുന്നാലും ഇത് നിങ്ങളുടെ റിസ്ക് ചെയ്യുക, കുട്ടികളൊന്നും ചെയ്യാതിരിക്കുക. ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്ത ശേഷം മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചെയ്യുക. ഇതിന് യാതൊരു ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് നിങ്ങളെ ഈ സെയിം സ്വിച്ച് കിട്ടും. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പ് സ്വിച്ചാണ്. ഇതും ഓൺലൈനിൽ റോബിയോയിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഞാനിത് നമുക്ക് കുത്തി കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ 3 പിന്ന് ഞാനൊരു പിന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്ന് കൊടുത്തു. അതിനുശേഷം ഇതുണ്ടോ എൻ്റെ പവർ ബാങ്ക് അഡാപ്റ്ററിൽ നിന്ന് എടുത്തേക്കുന്ന 2 വയർ, അതായത് ബ്ലാക്കും അതേപോലെ തന്നെ റെഡും രണ്ടും എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിൻ്റെ കോൺഫിഗറേഷൻ നോക്കട്ടെ. VCC ഗ്രൗണ്ട്, ഓക്കെ ഫൈൻ. ഗ്രൗണ്ട് VCC, യെസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ 2 വയർ കൊടുത്തപ്പോൾ തന്നെ ഈ സ്വിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ കോൺഫിഗറേഷൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പം കൊടുത്തേക്കുന്നത് ഇതുണ്ടോ,
ഈ ബി എന്ന് പറഞ്ഞൊരു പിന്നാണ് നമ്മുടെ ഹൈ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ആ ഒരു ടച്ച് സ്വിച്ചിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടാൽ എ ബി എന്ന് പറഞ്ഞ 2 പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ എ ഇവിടെ ഷോർട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ബി ഇവിടെ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോഴാണ്, വെൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. 3-4 കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി സോൾഡറിങ് ചെയ്യാൻ ആവശ്യമുണ്ട്, സോൾഡർ ചെയ്തെടുത്താൽ മതി. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ സ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, സോറി. യെസ്, കണ്ടോ, ഈ ഞെക്കുമ്പോൾ ഓണായി, ഞെക്കുമ്പോൾ ഓഫായി, ഞെക്കുമ്പോൾ ഓണായി. സെയിം, ഇതേ സെയിം മെത്തേഡാണ് ഇതിലും വർക്ക് ചെയ്യുന്നത്. സെയിം ആണ്, സ്വിച്ചാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് കാണിക്കാൻ വേണ്ടി കളർ സ്വിച്ച് എടുത്തതേ ഉള്ളൂ. ഓക്കെ, നമുക്കത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് തിരിഞ്ഞത് റിലേയിലോട്ടാണ്. അപ്പോൾ റിലേ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ടച്ച് ചെയ്യുമ്പോൾ റിലേ ഓൺ ആവണം, അതല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ഔട്ട്പുട്ട് എടുത്ത ശേഷം ഈ ഔട്ട്പുട്ട് ജസ്റ്റ് നേരെ നമുക്ക് ഏതെങ്കിലും ഒരു കോയിലിലോട്ട് കണക്ട് ചെയ്യാം. ഈ റിലേ ഇത് എങ്ങനെയാണ് വരുന്നത്, റിലേ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് സി റിലേ, ഷുഗർ ക്യൂബ് റിലേയുടെ അടിയിൽ വരുന്ന 5 പിന്നുകളാണിത്. ഈ 2 ഔട്ട്പുട്ട് പിന്നുകളാണ്. NC എന്ന് പറഞ്ഞാൽ നോർമലി കണക്റ്റഡും നോർമലി ഓപ്പണുമാണ്. അതായത് ഇതാണ് അതിൻ്റെ കോമൺ പിന്ന്. ബേസിക്കലി ഈ കോയിൽ എന്ന് എഴുതിയേക്കുന്ന 2 പിന്നിലാണ് നമ്മൾ 5 വോൾട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ 5 വോൾട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈ റിലേ ഓൺ ആകും. അപ്പോൾ ഈ റിലേ ഓൺ ആയി കഴിയുമ്പോൾ ഈ പിന്നിൽ കൂടെ വരുന്ന 220 വോൾട്ടേജ്, അതായത് AC വോൾട്ടേജ് ഇതിലേക്കൂടെ കടന്ന് ഇതിലേക്കൂടെ അല്ലെങ്കിൽ ഇതിലേക്കൂടെ കടന്നു പോകും. ഇപ്പോൾ നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ആക്കിയില്ലെങ്കിൽ, പവർ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിലേക്കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതുമായിട്ട് ഇപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. എപ്പോഴാണ് നമ്മൾ 5 വോൾട്ട് കൊടുക്കുന്നത്, ഈ കോയിലിൽ നമ്മൾ 5 വോൾട്ട് കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനൊരു കണക്ഷൻ ആവും. അപ്പം ഇതുവഴി നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോമണിലും ഈ NOയിലും കണക്ട് ചെയ്തേക്കുന്ന ബൾബ് കത്തും. അതാണ് ഇതിൻ്റെ ബേസിക്കലി വർക്കിംഗ്. അപ്പം നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് റിലേ. ഞാൻ മുകളിൽ റിലേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിലേയിൽ നമ്മൾ എന്താണ് കൊടുത്തത്? ഈ സെൻസറിൽ നിന്ന് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ഒരു 5 വോൾട്ട് ഉണ്ടാകും. അതായത് ഈ പിന്ന് ഹൈ ആവും, അതായത് 5 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 5 വോൾട്ട് നമ്മൾ നേരെ ഈ ഒരു റിലേയിലോട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിനി ഈ ഒരു പിന്ന് കൊടുക്കേണ്ടത് ഗ്രൗണ്ടിലോട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു പിന്നെടുത്ത് നേരെ ഈ ഒരു ഗ്രൗണ്ടിലോട്ട് കൊടുക്കാം. യെസ്, അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ആയി. അപ്പം എന്താണ് ബേസിക്കലി റിലേ ഓൺ ആയി. ഞാനിപ്പോൾ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ, ഈ ടച്ച് സ്വിച്ച് ഞെക്കിയാൽ ഇപ്പോൾ റിലേ ഓൺ ആകും. അപ്പം അതേപോലെ തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഡയോഡ് ഉപയോഗിക്കാം. ഡയോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാ നമ്മൾ കൊടുത്ത കണക്ഷൻ ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡയോഡ്. ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പം ഡയോഡിന് ഇവിടെ ഒരു വെള്ള വര കാണും. ഈ വെള്ള വര എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 1 ഡയറക്ഷനിലെ വോൾട്ടേജിനെ കടത്തി വിടത്തുള്ളൂ ഡയോഡ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയോഡ് കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഈ വെള്ള വര ടുവേർഡ്സ് പോസിറ്റീവിലോട്ടായിരിക്കണം ഈ വെള്ള വര കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ വെള്ള വര, ഈ വരയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വെള്ള വര. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇതല്ലേ 5 വോൾട്ട്, ഇതിനകത്ത് ഔട്ട്പുട്ട് വരുന്ന 5 വോൾട്ട്. നമുക്ക് ജസ്റ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. സോറി, നമുക്കിവിടെ എടുത്തിട്ട് ഈ ഒരു 5 വോൾട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ അറ്റം എടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്യുക. യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഒരു ബൾബുണ്ട്. ആ ബൾബാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ജസ്റ്റ് ഇതാണ് 220 AC ലൈൻ, അത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന വോൾട്ടേജ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റിലേ കൊടുക്കാൻ നോക്കാം. ഇതാണ് കോമൺ എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ വരുന്ന ന്യൂട്രൽ നമുക്കെടുത്ത് ഈ ബൾബിൻ്റെ ഒരറ്റത്ത് കൊടുക്കുക. അത് ഏതെങ്കിലും അറ്റമായാലും കുഴപ്പമില്ല. പിന്നീട് ഈ ഒരറ്റം എടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു സിമ്പിൾ നോക്കണ്ട, ഇത് ജസ്റ്റ് LED ആണ്. പക്ഷേ നമ്മൾ നോർമൽ ഹൗസ് അപ്ലയൻസിനുള്ള ബൾബിന് പോളാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കോൺഫിഗറേഷൻ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, പവർ ബാങ്കിൽ നിന്ന് നമ്മുടെ റിലേയും അതേപോലെ തന്നെ ടച്ച് സ്വിച്ചും പവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ഷൻ ഞാൻ ഓൾറെഡി ഈ സ്കിമാറ്റിക് കാണിച്ചേക്കുന്ന കോൺഫിഗറേഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് സ്വിച്ച് ഞെക്കി നോക്കാം. അപ്പോൾ നമുക്ക് റിലേ ഓൺ ആവുന്ന ഒച്ച നമുക്ക് കേൾക്കാം. കേട്ടില്ലേ? റിലേ ഓൺ ആവുന്നു, റിലേ ഓഫ് ആവുന്നു, റിലേ ഓൺ ആവുന്നു, റിലേ ആവുന്നു. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹോം അപ്ലയൻസസ്, അതായത് നമ്മുടെ വീട്ടിലുള്ള TV അല്ലെങ്കിൽ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ബൾബ്, ഫാൻ, എല്ലാ കണക്ഷൻസും എങ്ങനെയാണ് നമുക്ക് റിലേയിൽ നിന്ന് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീട്ടിലൊരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ എനിക്ക് കണക്ഷൻ കോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ്ട് നമ്മുടെ ബൾബും ഉണ്ട്. അപ്പം ജസ്റ്റ് ഇതിൽ നിന്ന് ഈ റിലേയിൽ നിന്ന് ഞാൻ എങ്ങനെ കണക്ട് ചെയ്തെന്ന് കാണിച്ചു തരാം. യെസ്,
നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓൺ ആവുന്നുണ്ട്, സ്വിച്ച് ഓൺ ഓഫ് ആവുന്നുണ്ട്. ഞാൻ സ്വിച്ച് ഓൺ ആക്കിയ ശേഷം ഞാൻ ജസ്റ്റ് പ്ലഗിൽ നിന്ന് ഓൺ ആക്കുകയാണ്. യെസ്, നിങ്ങൾക്ക് കാണാം ബൾബ് ഓൺ ആയിട്ടുണ്ട്. അതുതന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞെക്കിയാൽ ബൾബ് ഓഫായി, വീണ്ടും ഞെക്കുന്നു ബൾബ് ഓൺ ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. കണ്ടോ, ടച്ച് വളരെ റെസ്പോൺസീവ്. യെസ്, ഞാൻ എൻ്റെ കൈ ടച്ച് ആയിപ്പോയി. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങളിത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൂടെ ലൂസ് കോൺടാക്റ്റ് വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം മൊഡ്യൂളുകൾ, അതേപോലെ തന്നെ ഈ ടച്ച് സ്വിച്ചിൻ്റെ ഈ ഒരു മൊഡ്യൂള് നിങ്ങൾക്ക് ഒരു അക്രിലിക് ഷീറ്റിൻ്റെ ബാക്കിൽ വെച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ മൈക്കയിൽ വീട്ടിലുള്ള ടേബിളിൻ്റെ ഇടയിലുള്ള മൈക്കിലൊക്കെ അണ്ടറിൽ ഇത് വെക്കാം. അപ്പോൾ നമ്മുടെ ടച്ച് സ്വിച്ച് ഓൾമോസ്റ്റ് 5 മില്ലിമീറ്റർ ഗ്യാപ്പിൽ വരെ ടച്ച് ചെയ്താൽ വർക്കാവും. ഹൈലി സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മാജിക് ആയിട്ടൊക്കെ കാണിക്കാം. കാരണം ഭിത്തിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വോളിനുള്ളിലല്ല, ബേസിക്കലി ഷീറ്റിനൊക്കെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്ക് പുറത്ത് ടച്ച് ചെയ്താലും ഇത് ഇൻവിസിബിളായിട്ട് തന്നെ വർക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങളും എന്നെ കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി.